അതെ ഇന്നത്തെ പ്ലാൻ വർക്കൗട്ട് ആകാൻ പോകുന്നു ലാസ്റ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ രാവിലെ 5:30ക്ക് ഞങ്ങൾ പൊന്മുടി പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പം ഓണാണ്. പക്ഷെ 5:30ക്ക് ബസ്സിൽ പറഞ്ഞിട്ടാണ് KSRTC തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ വന്നത്. പക്ഷെ ബസ് 5:20 പോയി. സോ കണക്ഷൻ ബസ് ഉണ്ട് ഇവിടുന്ന് വിതുര കയറിയിട്ട് വിതുരയിൽ നിന്ന് പൊന്മുടിക്ക് ബസ്സുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. സ്മോൾ ബബിൾസ് മുഖത്ത് കുരു വരുന്നതും തിരുവനന്തപുരത്തിനാണ് കുഴപ്പം. വീട്ടിലുള്ളപ്പോൾ ഉണ്ടാവില്ല, ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടുത്തെ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. കൊച്ചിയിലെ വെള്ളം ഉണ്ടല്ലോ, അത് നിന്റെ റൂമിൽ മാത്രം വെള്ളം അങ്ങനെ പൊട്ട വെള്ളം ഞങ്ങൾക്ക് നല്ലതാണല്ലോ. ഇന്നൊരു ടാപ്പിൽ വരുന്ന നല്ലോണമാണ്. നെടുമങ്ങാട് ബസ്സിലാണ് ഗൈസ്. ഞങ്ങൾ നെടുമങ്ങാട് പോവാ. ഇവിടെ നിന്ന് എന്താ അവിടെ നിന്ന് എന്താണെന്നും അറിയില്ല. ചോദിച്ചു പോവാം. ഡയറക്റ്റ് പൊന്മുടിക്കുള്ള ബസ് മിസ് ചെയ്തത് പൊന്മുടി ചെങ്ങായി കിടന്ന് ഉറങ്ങിയിട്ട് വിളിച്ചിട്ട് എണീറ്റില്ല. അങ്ങനെ ഞങ്ങൾക്ക് ബസ് മിസ്സായി. തള്ളി ഇവരെന്നെ വിളിച്ചിട്ടില്ല. പാവം, ഞാൻ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറയൂ സുഹൃത്തുക്കളെ. അതെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പുറത്തോട്ടുള്ള വഴി അതന്നെ ശരിയാ. ഭ്രാന്തന്റെ കൂടെ സത്യം പറഞ്ഞ ഞാനല്ല 2 സൈക്കോകളുടെ കൂടെ ഇറങ്ങിയേക്കുന്ന. എന്നെ പറഞ്ഞാൽ മതി. ദൈവമേ. ഇപ്പം നമ്മൾ എവിടെ എത്തി? നെടുമങ്ങാട് എത്തി. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് 7:45 എവിടെ നമ്മൾ പോകണത്? പൊന്മുടിക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. സോ നമ്മൾ നമ്മുടെ വയർ ഫില്ല് ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പി ഇറങ്ങുവാണ് ഗൈസ്. അതെ, നമുക്കുള്ള ഫ്യൂൽ എന്തെങ്കിലും വേണ്ടേ? കേറിക്കോ. പാട്ടൊക്കെ ഉണ്ട് എന്നോ. ഗൈസ്, നമ്മളിവിടെ പൊന്മുടി എത്തിയിട്ടുണ്ട്. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ വിചാരിച്ചതിലും കൂടുതലാണ്. ഇവിടെ ഫുൾ ഫോഗാണ്. അപ്പോൾ പെർ ഹെഡ് 40 രൂപയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ കാണുക. അങ്ങനെ ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയുള്ളതെന്ന്. അപ്പം നമ്മുടെ ബ്ലോഗ് എന്താണത്? അപ്പോൾ ഓക്കെ, പൊന്മുടി എത്തി. നമ്മളിവിടെ ചെറിയൊരു ചായക്കട പോലത്തെ സെറ്റപ്പ് കഫേ ഞങ്ങൾ 3 ചായയും 3 ബ്രെഡ് ഓംലേറ്റ്. വേറെ ഫുഡൊന്നും ഇപ്പം റെഡിയല്ല. ഇപ്പം സമയം 9:45. ഇപ്പം വേറെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല. കാപ്പി ആയിട്ടില്ല. കാപ്പി വരെ ആയിട്ടില്ല. മിന്നു വിഷമമായി. പക്ഷെ അവൾ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ.
സോ വി ആർ വെയിറ്റിംഗ് ഫോർ ടീ ആൻഡ് ബ്രെഡ് ഓംലെറ്റ്. പുറകിൽ നല്ല മഞ്ഞ് കോട ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് ചൂടാവുമെന്ന് വിചാരിച്ചാണ് നിന്ന് നിപ്പിൽ വന്നത്. സ്വെറ്ററും ഒന്നും എടുത്തിട്ടില്ല. ഗൈസ് ഞങ്ങളുടെ ചായയും ബ്രെഡ് ഓംലെറ്റും വന്നു ഗൈസ്. ഓക്കെ ഏതാണ്ട് എന്റെ പ്രായമുണ്ട്. എന്താ ആർക്ക്? അഭിക്കാ? അഭിരാമി ഏതഭിരാമി? ഒന്നുമില്ല, അഭിരാമിക്ക് നിന്റെ പ്രായ? അഭിപ്രായം പറയാൻ പറഞ്ഞു. ഇതിലും നല്ല ചളികൾ സ്വപ്നങ്ങളിൽ മാത്രം ഗൈസ്. ആ ചായ കുടിക്കാം നമുക്ക്. ആണോ? അടിപൊളിയല്ലേ? ഇഷ്ടമല്ല മടുത്തു. നല്ല ബ്രെഡ് ഓംലെറ്റ്, നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. കേച്ച് നോക്കാം. എന്തോ ഒരു പ്രശ്നമല്ലേ? പ്രശ്നമായിക്കാതെ ഇവിടുത്തെ തേയില എന്ത്? അല്ല ആ തേയിലട. തേയിലപ്പൊടി ഇവിടുന്ന് കൊങ്ങനെ പറിച്ചു വരില്ല വേണ്ടല്ലോ. ഒറിജിനൽ ചായപ്പൊടി അല്ല, തേയിലട്ട ചായ. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഡോണ്ടിനോ ഞങ്ങളുടെ നടത്തം ഇവിടെ തുടങ്ങുകയാണ്, ആരംഭിക്കാൻ. അപ്പൊ വലത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്കൊരു മല കാണാം. അതെ, ഇടത്തോട്ട് നോക്കിയാലും ഒരു മല കാണാം. പുറകോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും മല കാണാം. പിന്നെ ഒരു ചെകുത്താനും കടലും അതിന്റെ നടുക്ക് ഞാനും. അത് എൻ്റെ ഇതിലല്ല. എന്തായാലും ചെകുത്താനും കടലും നടുക്കാണ് ഞാൻ പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് കുറേ അങ്ങോട്ട് നടന്ന് റൈറ്റ് പോയാലുണ്ടെന്ന് അടുത്ത ഗാർഡ് പറഞ്ഞു. സോ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ നോക്കൂ, അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ടൊക്കെ നോക്കാം, നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. നോർമൽ ആൾക്കാർ വരുന്ന ഒരു സ്പോട്ടാണിത്. പൊന്മുടിയിൽ ബസ് ഇറങ്ങി വന്നിട്ട് കയറുന്ന 40 റുപ്പീസ് ചാർജ് കൊടുത്തിട്ട് കയറുന്ന സ്ഥലമാണിത്. അല്ലാതെ കുറച്ച് ട്രക്കിംഗ്, ഇവിടെ ട്രക്കിംഗ് എന്ന് പറയാനൊന്നുമില്ല, റോഡുണ്ട് ടോട്ടൽ. എന്താ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, അപ്പോൾ പൊന്മുടി വന്നു കഴിഞ്ഞാൽ നോർമൽ എല്ലാവരും വരുന്ന സ്പോട്ടാണിത്. അതിവിടെ ട്രക്കിംഗ് ഒന്നും പറയാനില്ല, ജസ്റ്റ് എല്ലാം റോഡുണ്ട്. കുറച്ച് ഇങ്ങനെ ഏറ്റവും ഹൈയിലേക്ക് കയറാനൊക്കെ ഉണ്ട്. അല്ലാതെ ആ ബാക്കിൽ കണ്ടാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള വ്യൂ പോയിന്റ് വരുന്നത്. ഇപ്പം ഫോഗ് വന്ന് കവേർഡായി. അപ്പം അവിടെ പോകണമെന്നുണ്ടെങ്കിൽ 5 പേരുടെ ടീമിന് 2500 കൊടുത്താൽ വിത്ത് ഗൈഡ് 5 പേരുടെ ടീമിന് ട്രക്കിംഗ് കൊണ്ടുപോകും. അത് ഏറ്റവും ഇവിടെ പൊന്മുടിയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള മലയാണത്. അപ്പം അതാണ് ഏറ്റവും ടോപ്പസ്റ്റ് ട്രക്കിംഗ് ഹൈക്കിംഗ് പോയിന്റ് വരുന്നത്. പക്ഷേ ഇതുപോലെ ഒരു 5 പേരുടെ ടീമിന് 2500 കൊടുത്തിട്ട് വേണം അവിടെ കയറാൻ. ഓക്കെ, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. രാവിലെ താളമില്ല. മിത്തുവാ. അപ്പോൾ ഗായ്സ് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ചുമ്മാ ഭയങ്കര അഡ്വഞ്ചറസ് പരിപാടികളൊന്നുമല്ല. നോർമലായിട്ട് ഇങ്ങനെ ഇതുപോലെ കുറേ കുന്നുകളുണ്ട്. ആ നേരത്തെ കണ്ട ടവറിൽ കയറാൻ പറ്റില്ല. അതാണ് ഇവിടെ ഉള്ള ഏറ്റവും ഹൈറ്റ് ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഇതുപോലെ കുറേ പാറയുണ്ട്. അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുക. അവിടെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുക, ചുമ്മാ സംസാരിക്കുക, പാട്ടൊക്കെ പാടി ചില്ല് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ. ഇന്ന് നല്ല വെതറാണ്, അതായത് നല്ല കോടയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. വലിയ വെയിലുള്ള നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഭാഗ്യം, ഞങ്ങൾക്ക് നല്ല വെതർ കിട്ടി. ഞങ്ങൾ ചുമ്മാ ഇവിടെ ഈ മല മൊത്തം കയറി ഇറങ്ങി നടക്കുകയാണ്. അതാണ് ഇവിടെ ഉള്ളൂ. ചുമ്മാ വരെ ഒരു ദിവസമൊക്കെ വന്ന് വൈബ് ചെയ്ത് ഇങ്ങനെ ചുമ്മാ ചില്ലായിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോവാം. അപ്പം ഞങ്ങൾ
ആ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുൾ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എത്രയൊക്കെ പാറയുണ്ടോ അതൊക്കെ കയറി ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞോ അങ്ങനെ ഗൈസ് ഞങ്ങളൊരു എവിടെയാ? കുന്ന് അല്ല മല. ഞങ്ങൾ അവിടുന്ന് നോക്കിയിട്ട് സ്പോട്ടായിരുന്നു. നീ ഇതെങ്ങനെ കേറി പോണേ? മോട്ടറാണോ? വയ്യേ ഡെഡ്. ഇങ്ങനെ തളരരുത്, നമുക്ക് അലർജി വേണം. അതെ നമ്മളൊരു കുത്തനെയായൊരു പാറ കാണിച്ചു തരാം. അതെ ഇതാണ് കയറാൻ പോകുന്നത്. മിന്നു ഓന്ത് കയറുന്ന പോലെ കയറി പോയിട്ടുണ്ട്. അതല്ല അതാണോ? അതാണോ? ഫോട്ടോ എടുക്കണ്ടേടാ? ഞങ്ങള് അയ്യോ വണ്ടി. ഗൈസ് ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫാൾസിൽ പോകാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷെ 4 മണിക്ക് ടിക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യും. പിന്നെ 5 മണിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചിറങ്ങണം. ഇപ്പം കറക്റ്റ് 4 മണി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ കടത്തെ ചേച്ചിയെ പറഞ്ഞത് 4 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് ടിക്കറ്റ് എടുത്ത് ഫുഡ് കഴിച്ച് ഇപ്പം കയറാൻ പോവാ. അയ്യോ 1.5 കിലോമീറ്റർ കയറാണ്ടെന്നാണ് പറഞ്ഞേ. നോക്കാം. അയ്യാ സീൻ. 1.5 കിലോമീറ്റർ കയറാൻ പറ്റില്ല. മീൻമുട്ടി വാട്ടർഫാൾസ് കണ്ടുവരാൻ പറ്റില്ല എന്നാണ് കടയിലുള്ള ചേട്ടന്മാർ ഉറപ്പിച്ച് പറഞ്ഞേക്കുന്നത്. ബെറ്റ് വെച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾ വരുന്ന അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 1.5 കിലോമീറ്റർ അല്ലേ, പുഷ്പം പോലെ കയറിയിട്ട് വരും. വിത്തിൻ 1 മണിക്കൂർ അല്ല മിനിയോ അത്രേ ഉള്ളൂ. ഗൈസ് 2 വീലറൊക്കെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. പക്ഷെ അവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടാവും. Oh my god, guys, this is എന്തോ അഡ്വഞ്ചർ. ഫീൽസ് ലൈക്ക് അഡ്വഞ്ചർ. ഇതിലേ പോവാ? വെള്ളം കുറച്ചുള്ള സ്ഥലം ഇതിൽ കൂടെ വാ. എൻ്റെ വാട്ടർ പ്രൂഫാ. ഇതിൽ വെള്ളം കയറില്ല. Yeah, Decathlon shoes waterproof. Yeah. Come on guys. ഇവിടെ കേരള ടൂറിസത്തിൻ്റെ ക്യാമ്പിംഗ് റിസോർട്ട് കഫേയൊക്കെ ഉണ്ട്. അയ്യോ എൻ്റെ സൈഡിൽ കൂടെ ഓൾറെഡി വെള്ളം പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുക. അമ്മേ അവരോട് എന്തായാലും പെറ്റ് വെച്ചതല്ലേ, അങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല മിന്നോ പോയിട്ട് കണ്ടിട്ട്. അതെ, വിത്ത് പ്രൂഫ്, വീഡിയോ, ഫോട്ടോ എല്ലാം കൊടുക്കും. 1.5 കിലോമീറ്ററൊക്കെ പുഷ്പം പോലെ പോയിട്ടുണ്ട്. ഇത്ര വിഷയമാണ്. ഇപ്പോൾ ഓൾറെഡി 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവും. ഇനി 800 മീറ്റർ കൂടെ ഉണ്ട്. ഞങ്ങൾ ഓടിച്ചാടി കയറുക. കുറച്ച് ഇറക്കം കയറ്റമൊക്കെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് കയറാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കല്ലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അയ്യോ വെള്ളമൊന്നിപ്പോൾ കുടിച്ചില്ല. ഓ മൈ ഗോഡ്. ഇല്ല, ഇപ്പം ഈ വന്ന സെക്യൂരിറ്റി കണ്ടതല്ല, കുഴപ്പമില്ല. അങ്ങനെ പാടില്ലെങ്ങനെ അയാൾ തിരിച്ചു പൊക്കോളാൻ പറയും. ഏയ് ഓക്കെ.
പോകുന്ന വഴിക്കല്ല ആനപ്പിണ്ടം ഉണ്ട്. ദാറ്റ് മീൻസ് ആന വെള്ളം കുടിക്കാൻ വരും. അമ്മേ, അതുകൊണ്ടാണ് ഇത്ര ടൈം കുറവ് വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ചത്തു. അത് കാണാൻ വേണ്ടി മാത്രം ഓടി പോയതാണ്. വയ്യ, ബാക്കി എത്തിയിട്ട് വീഡിയോ. ഫൈനലി കേരളത്തോടുമ്പോൾ അമ്മേ ചത്തു. Look at this. This is the view. അമ്മേ, oh my god. പറഞ്ഞോ. അങ്ങനെ ചത്തി കയറിയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടുത്തെ ഗാർഡ്സിൻ്റെ ഒക്കെ കൂടെ ഗാർഡ്സിനെ അതെ. കൂടെ ഞങ്ങൾ ചില്ലായി ഒക്കെ കണ്ടുവരികയാണ്. ഒരാൾ ഇത് ആന കയറിയതാ? അയ്യോ, അതെ. അയ്യോ വേണ്ട, ആന പിടിച്ചു തരാൻ മതി. ഇല്ല ഇല്ല ഇല്ല. എല്ലാം വള്ളി, വള്ളിയോ വള്ളി, വരുന്ന വഴിക്കെല്ലാം വള്ളികളാണ്. അതൊക്കെ കാഞ്ഞിരത്തിന്റെ വള്ളി, മന്ദാര വള്ളി, വെള്ള ടീഷർട്ട് ഇട്ട വള്ളി. അതൊന്നും വേരല്ല, ഈ കാണുന്നതൊന്നും വേരല്ല. അപ്പൊ കാഞ്ഞിരത്തിന്റെ വള്ളി പറഞ്ഞു, മന്ദാരത്തിന്റെ വള്ളി. എന്താടാ? അല്ല, അത് കാഞ്ഞിരത്തിന്റെ വേരല്ല, മരം ഇങ്ങനെ. കാഞ്ഞിരം എന്താണ്? സജി, so officially we are the last visitors of Kallar Meenmutti waterfalls today. ഞങ്ങളാണ് ലാസ്റ്റ് അവിടെ കണ്ടത് വന്നത്. ജീവനുണ്ടെങ്കിൽ ഞാൻ വീട്ടിലെത്തും. അമ്മേ, പക്ഷെ ദാറ്റ് വാസ് ഒരു ഭയങ്കര രസമായിരുന്നു, ത്രില്ലായിരുന്നല്ലേ. കാരണം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നടന്ന് കയറാനുള്ള ഒരു സാധനം ഞങ്ങൾ അരമണിക്കൂർ എടുത്തില്ല, ഓടിക്കേറി ഇടിച്ച്. അമ്മേ, പോകുമ്പോൾ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിലേ പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക. നേരത്തിനും കാലത്തിനും പൊന്മുടി പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങുക. ഞങ്ങളെപ്പോലെ പട്ടിയാവരുത്, പ്ലീസ് റിമൈൻഡ് ദാറ്റ്. ഞാൻ ഇപ്പോൾ ഇവിടെ വീഴും. എന്തെങ്കിലും പോയിട്ട് ആ ചായക്കടയിൽ പോയിട്ട് കഴിക്കണം. ഇനിയൊരു ഇപ്പം 5:20 5:50 ബസ്സുണ്ട്, അതിന് തിരുവനന്തപുരം പോവാം. ഞങ്ങളെ ലുക്സ് എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ കടത്ത്, ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ കട. അത് നമ്മുടെ ചേട്ടൻ, അവനാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള മോട്ടിവേഷൻ തന്നത്. അതെ, ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ പോയി ടിക്കറ്റ് കിട്ടാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഓടി ആ വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ? ഓടുന്ന വീടുണ്ട്. അങ്ങനെ ഒരു നാരങ്ങാസോടയും ഒരു കട്ടനോട് കൂടി ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഇനി ഒരു ബസ് വരുന്നുണ്ട് പൊന്മുടിയത്. അതിൽ ഞങ്ങൾ കയറി തിരുവനന്തപുരം പോവും. ഇവരെ റൂമിൽ പോവും. ഞാൻ അവിടുന്ന് 8:30 ട്രെയിനിന് എറണാകുളം പോകും. നാളെ ഞാൻ പണിക്കും പോകണം. ഇവള് ക്ലാസ്സിൽ പോകണം, അവനിരുന്ന് പഠിക്കണം. വാവ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബസ് സ്റ്റോപ്പ് ഇതാണോ? ഇത് ബസ് സ്റ്റോപ്പ് അല്ലേ? ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഞങ്ങൾ അവിടെയാണ് വെയിറ്റിംഗ് ഷെഡ്. അവിടെ അവർ ചേച്ചി തന്നിരുന്നത് അല്ലേ? അപ്പം ഞങ്ങൾ ബസ് ഉണ്ട്. എനിക്ക് വയ്യ, ചത്തടി പിന്നോ. അമ്മേ, ഇനി നമുക്ക് നേരെ തിരിച്ച് രാവിലെ ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് പൊന്മുടി കയറാം. അല്ലെങ്കിൽ ഭയങ്കര സീനായിരിക്കും. ഇന്ന് കയറിയ പോലെ തന്നെ കയറേണ്ടി വരും. അയ്യോ, അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.